എന്തിനും വിമർശനങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന സോഷ്യൽ മീഡിയക്കാരോട് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, കാരണം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ മക്കളുടെ മരണം, അതിനെ സംബന്ധിച്ച് കണ്ടും കേട്ടും മടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് 42 വയസ്സുള്ള ഒരു ഏക മകൻ, ആ വീടിൻ്റെ അത്താണിയായിട്ടുള്ള ഒരു മകൻ മരിച്ചു. അതിൻ്റെ പേരിൽ ഭയങ്കര വാതോരാതെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച മാധ്യമക്കാർ, യൂട്യൂബേഴ്സും. ഇപ്പോൾ അതിന് കാരണക്കാരിയായ വ്യക്തിക്ക് ജാമ്യം കിട്ടപ്പോൾ എന്ത് ചെയ്യും ഈ ആൾക്കാരെല്ലാം? നിങ്ങളുടെയൊക്കെ വായ അടഞ്ഞു പോയോ? അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് നിശബ്ദരായിപ്പോയോ? അത് ഒന്ന്. അന്ന് തന്നെ ഞാൻ ഈ പോസ്റ്റ് ഒന്ന് ഇടണമെന്ന് വിചാരിച്ച കാരണം എന്ന് വെച്ചാൽ, ആ മരിച്ച വീട്ടിൽ പോയി ആ വൃദ്ധരായ മാതാപിതാക്കളെ, അവർക്ക് സത്യം പറയാൻ അവർക്കൊരു സ്വകാര്യത പോലും കൊടുക്കാതെ ആ രാത്രി മൊത്തം കണ്ടുകൊണ്ടിരുന്ന മകൻ്റെ പുലർച്ചെ നേരം വെളുക്കുമ്പോഴോ അല്ലെ എപ്പോഴാണെങ്കിലും ആ മരണം അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയാണ് ഞാൻ. എൻ്റെ ഒരു ഏക മകനാണ് 1.5 വർഷം മുമ്പ്, 1.5 വർഷം കഴിഞ്ഞു നഷ്ടപ്പെട്ടിട്ട്. അതായത് ഈ വീട്ടിൽ നിന്ന് പോയ മകനെ എനിക്ക് തിരിച്ച് ജീവനോടെ വന്നില്ല. അപ്പോൾ അതിൽ ദുഃഖമേറി നടക്കുന്ന ഒരമ്മ എന്ന നിലയിലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇതേപോലെ മക്കൾ നഷ്ടപ്പെട്ട അല്ലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവരോടുള്ള ഇൻ്റർവ്യൂ, ഇവരോടുള്ള ഈ ഒരു മാധ്യമങ്ങളുടെ ഒരു പെരുമാറ്റങ്ങളും അല്ലെ യൂട്യൂബേഴ്സിൻ്റെ ഒരു പെരുമാറ്റങ്ങളും കാണുമ്പം ഞങ്ങളുടെയൊക്കെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ചിന്തിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു മാലാഹ, എനിക്കങ്ങനെ അവൾ മരിച്ചെന്ന് പറയാനും എനിക്ക് എൻ്റെ കുട്ടി പോലും എനിക്ക് മരിച്ചെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ട്, എവിടെയോ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ കൺമുമ്പിൽ കാണുന്നുമുണ്ട്. എൻ്റെ കുട്ടി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേറെ ആരുമില്ല, ആകെ ഒരാളെ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. അവൾ ഉറങ്ങുകയായിരുന്നു. അവളെ കാണാൻ ചെല്ലുന്നവർ അതിൻ്റെ ഇടയിൽ ആ യൂട്യൂബ് എടുക്കുകയും വീഡിയോ പിടിക്കുകയും, അതിൻ്റെ ഇടയിൽ ഇന്നലെ ഞാൻ കേട്ടതാണ് ഒരു ഞാൻ പേരെടുത്ത് പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. എന്നെ ഇപ്പം